നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഞായറാഴ്ച ആസ്റ്റൺ വില്ലയ്ക്കെതിരെ സിറ്റി ഇത്തിഹാദിൽ കളിക്കാൻ ഇറങ്ങുകയാണ്. ഞായറാഴ്ച രാത്രി ഇന്ത്യൻ സമയം 8:30 മാഞ്ചസ്റ്റർ സിറ്റിയുടെ പരിശീലകനായിട്ട് പെപ് ഗാർഡിയോള ടീമിനെ പരിശീലിപ്പിച്ചിറക്കുന്ന അവസാന മത്സരമാണിത്. അദ്ദേഹം അവിടെ നിന്ന് സ്റ്റെപ്പ് ഡൗൺ ചെയ്യുന്ന കാര്യം ഓൾറെഡി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. എന്തുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നു? പെപ് ഗാർഡിയോള അത് കൃത്യമായിട്ട് പറയുന്നു. ഇന്ന് പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ പെപ്പ് ക്ലാരിഫൈ ചെയ്യുന്നത് എന്താണ് തീരുമാനത്തിൻ്റെ പുറകിൽ. വൈ ഹി ചൂസ് ടു ലീവ് മാഞ്ചസ്റ്റർ സിറ്റി നൗ? ഇപ്പോൾ ക്ലബ്ബ് വിടാനുള്ള തീരുമാനം എടുക്കാനുള്ള കാരണം എന്താണ്? അദ്ദേഹത്തിൻ്റെ മറുപടി തീർച്ചയായിട്ടും ഇതൊരു പ്രോസസ്സാണ്. കുറച്ച് കാലമായിട്ട് എനിക്ക് തോന്നുന്ന ഒന്നാണ്. എല്ലായ്പ്പോഴും ക്ലബ്ബ് എന്നെ ബഹുമാനിച്ചിട്ടുണ്ട്. അൺബിലീവബിളായിട്ട് അവർ തീരുമാനങ്ങൾ എടുക്കാൻ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ക്ലബ്ബ് ഓഫ് കോഴ്സ് ഞാൻ ഇവിടം വിട്ടു പോയാൽ എന്നുള്ളതിന് റെഡിയാവേണ്ടതുണ്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് തോന്നുന്നു സമയമായി. ഐ ഫെൽറ്റ് ഇറ്റ് വാസ് ടൈം. തീർച്ചയായിട്ടും ഇനി എനിക്ക് എൻ്റെ ജീവിതം ജീവിക്കണം. എന്താണ് സംഭവിക്കാൻ നോക്കണമല്ലോ. 10 കൊല്ലം ഞാനിവിടെ ചിലവഴിച്ചു എന്ന് പറഞ്ഞാൽ അതൊരു വലിയ സമയമാണ്. 10 years is a lot of time. ഞാൻ വിചാരിക്കുന്നു ക്ലബിന് ഇനിയൊരു പുതിയ മാനേജറെ വേണം, ഒരു പുതിയ എനർജി വേണം. ഇവിടെ ഇൻക്രെഡിബിൾ ആയിട്ടുള്ള പ്ലെയേഴ്സ് ഉണ്ട്. അവർക്ക് ഇനി പുതിയൊരു ചാപ്റ്റർ എഴുതാനുള്ള അവസരം വേണം. അതുകൊണ്ടാണ് സ്റ്റെപ്പ് ഡൗൺ ചെയ്യുന്നത്. അതാണ് ഇപ്പോൾ അദ്ദേഹം പറയുന്നത്. അദ്ദേഹം ക്ലബിൽ നിന്നും മാറിയിട്ട് കുറച്ചു കാലം വെറുതെ നിൽക്കുന്നത് തന്നെ അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നു. അതിനുശേഷമാണ് പിന്നെ മറ്റെന്തെന്ന് ചിന്തിക്കുന്നുള്ളൂ. അവിടെ അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ മാഞ്ചസ്റ്റർ സിറ്റി വിടുന്നത് ഒരു ഇൻക്രെഡിബിൾ പീസ് ഇൻ മൈ സോൾ, എൻ്റെ ഹൃദയത്തിൽ വലിയ ഒരു സമാധാനവും കൊണ്ടാണ്. കാരണം എന്താണെന്നറിയോ, ഈ ക്ലബിന് വേണ്ടി ഞാൻ എല്ലാം സമർപ്പിച്ചിട്ടുണ്ട്. ക്ലബിനെ ബെറ്റർ പൊസിഷനിലാക്കാൻ വേണ്ടി ചെയ്യാവുന്നതൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 10 വർഷം ഞാൻ ആ 10 വർഷം ഇവിടെ എൻജോയ് ചെയ്തിട്ടുണ്ട് എന്നുകൂടി അദ്ദേഹം പറയുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ്.